അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്വലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ചരിത്രത്തെ ഏറ്റവുമധികം സ്വാധീനിച്ച ഗ്രന്ഥമേതാണ് എന്ന ചോദ്യത്തിന് ഒരൊറ്റ ഉത്തരം മാത്രമേയുള്ളൂ: പരിശുദ്ധ ഖുർആൻ എന്നാണത്. ചരിത്രത്തിൻ്റെ ഗതിവിഗതികളെ കൃത്യമായി പരിശോധിക്കുന്നവർക്കറിയാം, പരിശുദ്ധ ഖുർആൻ്റെ അവതരണം നടന്നിട്ടില്ലായിരുന്നുവെങ്കിൽ, മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗം ഉണ്ടായിട്ടില്ലായിരുന്നുവെങ്കിൽ ചരിത്രത്തിൻ്റെ ഗതി തന്നെ മറ്റൊന്നാകുമായിരുന്നു എന്ന്. അതുകൊണ്ടാണ് ചരിത്രത്തെ പഠിക്കാൻ ശ്രമിക്കുന്ന ആളുകളിൽ വളരെ കൃത്യമായി തന്നെ ചരിത്രത്തെ ഏറ്റവും അധികം സ്വാധീനിച്ച വ്യക്തി ഏതാണ് എന്ന ചോദ്യത്തിന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന മറുപടി നൽകുന്നത്. എങ്ങനെയാണ് പരിശുദ്ധ ഖുർആൻ ചരിത്രത്തെ സ്വാധീനിച്ചത്? ചരിത്രത്തെക്കുറിച്ചുള്ള ഖുർആനിൻ്റെ കാഴ്ചപ്പാട് തന്നെ ഭൗതിക ദർശനങ്ങളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായതാണ്. ചരിത്രം മനുഷ്യൻ സൃഷ്ടിക്കുന്നു എന്നാണ് പരിശുദ്ധ ഖുർആനിൻ്റെ കാഴ്ചപ്പാട്. മനുഷ്യൻ സൃഷ്ടിക്കുന്നതാണ് ചരിത്രം, അതല്ലാതെ ചരിത്രം മനുഷ്യനെ സൃഷ്ടിക്കുകയല്ല. അങ്ങനെയാകുമ്പോൾ മനുഷ്യ സമൂഹത്തിൽ മാറ്റമുണ്ടാകണമെങ്കിൽ വ്യക്തിയുടെ പരിവർത്തനമാണ് അടിസ്ഥാനപരമായി നടക്കേണ്ടത് എന്ന് പരിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി ഉത്ബോധിപ്പിക്കുന്നു. വ്യക്തിയുടെ പരിവർത്തനത്തിലൂടെ കുടുംബത്തിലും, കുടുംബത്തിൻ്റെ പരിവർത്തനത്തിലൂടെ സമൂഹത്തിലും, സാമൂഹികമായ മാറ്റത്തിലൂടെ ദേശങ്ങളിലും മാറ്റമുണ്ടാക്കാൻ കഴിയും എന്ന് തന്നെയാണ് പരിശുദ്ധ ഖുർആൻ മനുഷ്യരെ ഉത്ബോധിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആനിലെ പ്രബോധനങ്ങളിൽ മിക്കതും വ്യക്തിയെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ളതാണ്. വ്യക്തിയെയാണ് പരിശുദ്ധ ഖുർആൻ പ്രധാനമായും അഭിസംബോധന ചെയ്യുന്നത്. അങ്ങനെ അഭിസംബോധന ചെയ്തുകൊണ്ട് വ്യക്തിയുടെ മനസ്സുകൾക്കകത്തേക്ക് ഖുർആൻ ദൈവബോധത്തെയും പരലോകബോധത്തെയും സന്നിവേശിപ്പിക്കുന്നു. അങ്ങനെ ദൈവബോധവും പരലോകബോധവും സന്നിവേശിപ്പിക്കപ്പെട്ട വ്യക്തിത്വം തീർച്ചയായും പടച്ച തമ്പുരാൻ്റെ നിയമനിർദ്ദേശങ്ങൾക്കനുസൃതമായി ചലിക്കുവാൻ തക്ക രൂപത്തിൽ പരിവർത്തിതമാകുമ്പോൾ ആ പരിവർത്തനത്തിന് വിധേയമായിക്കൊണ്ട് നിയമനിർദ്ദേശങ്ങൾ മനുഷ്യർക്ക് പടച്ചവൻ്റെ നിയമനിർദ്ദേശങ്ങൾ കൃത്യമായി പഠിപ്പിക്കുകയാണ് ഖുർആൻ ചെയ്യുന്നത്. മനുഷ്യർക്ക് പടച്ചവൻ്റെ നിയമനിർദ്ദേശങ്ങൾ പഠിപ്പിക്കുമ്പോൾ അവിടെയും വൈയക്തികമായ പരിവർത്തനത്തിനാണ് പരിശുദ്ധ ഖുർആൻ ഊന്നൽ നൽകുന്നത്. വൈയക്തികമായ പരിവർത്തനത്തിലൂടെ തന്നെയാണ് കുടുംബത്തിലും സമൂഹത്തിലുമെല്ലാം മാറ്റമുണ്ടാക്കേണ്ടത് എന്ന് ഖുർആൻ കരുതുന്നു. ആ മാറ്റം നമുക്ക് വളരെ കൃത്യമായി തന്നെ ഖുർആൻ പഠിപ്പിച്ച സമൂഹത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഖുർആൻ തന്നെ 23 വർഷക്കാലഘട്ടം കൊണ്ട് പരിവർത്തിതമായ സമൂഹത്തെ നോക്കിക്കൊണ്ട് പറഞ്ഞത് കുന്തും ഖൈറ ഉമ്മ ഉഖ്രിജത് ലിന്നാസ് എന്നാണ്. മനുഷ്യർക്ക് വേണ്ടി ഉയർപ്പിക്കപ്പെട്ട ഉത്തമ സമുദായമാണ് നിങ്ങൾ എന്നർത്ഥം. മനുഷ്യർക്ക് വേണ്ടി ഉയർത്തിക്കപ്പെട്ട ഉത്തമ സമുദായമാണ് നിങ്ങൾ എന്ന് ഖുർആൻ ഒരു സമൂഹത്തെ നോക്കിക്കൊണ്ട് അഭിസംബോധന ചെയ്യുമ്പോൾ, ഖുർആൻ ഒരു സമൂഹത്തെ സർട്ടിഫൈ ചെയ്യുന്ന സന്ദർഭത്തിൽ ആ സമൂഹം ലോകത്തിൻ്റെ മുന്നിൽ ധാർമ്മികതക്ക് ഉദാഹരണമായിരുന്നു, തെളിച്ചമായിരുന്നു എന്നുള്ള വസ്തുത ആർക്കും നിഷേധിക്കുവാൻ സാധ്യമല്ല. കുന്തും ഖൈറ ഉമ്മ ഉഖ്രിജത് ലിന്നാസ്, മനുഷ്യർക്ക് വേണ്ടി ഉയർപ്പിക്കപ്പെട്ട ഉത്തമ സമുദായമാണ് നിങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ഖുർആൻ സർട്ടിഫൈ ചെയ്ത സമൂഹം ലോകത്തിൻ്റെ വ്യത്യസ്തങ്ങളായ ഭാഗങ്ങളിലേക്ക് ധാർമ്മികതയുടെ ധ്വജവാഹകരായി കടന്നു ചെന്നപ്പോൾ ലോകത്തിലെ വ്യത്യസ്ത സമൂഹങ്ങൾ അവരെ സ്വീകരിച്ചതായിട്ടാണ് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത്. ഭാരതത്തിലേക്ക്, കേരളത്തിലേക്ക് എല്ലാം കടന്നു വന്ന ഈ ഉത്തമ സമുദായത്തിലെ അംഗങ്ങൾ, ഉത്തമ സമൂഹത്തിലെ അംഗങ്ങൾ അവരെങ്ങനെയായിരുന്നു നമ്മുടെ നാടുകളിൽ സ്വീകരിക്കപ്പെട്ടത് എന്ന് നമുക്ക് കേരളീയ ചരിത്രം പരിശോധിച്ചാൽ തന്നെ മനസ്സിലാക്കാൻ കഴിയും. അവർ സ്വീകരിക്കപ്പെട്ടതിന് കാരണം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ, അവർക്ക് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു കൊടുത്ത ധാർമ്മികതയുടെ വക്താക്കളായിരുന്നു, അല്ലെങ്കിൽ അതിൻ്റെ പ്രയോക്താക്കളായിരുന്നു അവർ എന്നതാണ് അതിൻ്റെ കാരണം. കേരളത്തിലേക്ക് കടന്നു വന്ന ഇസ്ലാമിക പ്രബോധനത്തിന് വേണ്ടി കടന്നു വന്ന ആദ്യ കാലഘട്ടത്തിലെ മാലിക് ദീനാറും കൂട്ടരും അവർ ഇവരുടെ സ്വീകരിക്കപ്പെടുകയും മതപ്രബോധനത്തിന് ആവശ്യമായ സകലവിധ സൗകര്യങ്ങളും ഏർപ്പെടുത്തി കൊടുക്കുകയും ഇവിടുത്തെ രാജാക്കന്മാർ അവരുടെ പെൺമക്കളെ അവർക്ക് വിവാഹം ചെയ്തു കൊടുക്കുകയും എല്ലാം ചെയ്തതിൻ്റെ പിന്നിൽ അവരുടെ സ്വഭാവ സവിശേഷതയും അവരിൽ ഖുർആൻ സൃഷ്ടിച്ച മഹത്തായ വിപ്ലവവും തന്നെയായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇത് ഒരു വലിയ സാമൂഹ്യ മാറ്റമാണ്. ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടത് ചരിത്രത്തിൽ ഏറ്റവും പിന്നോക്കമായൊരു സമൂഹത്തിലായിരുന്നു എന്ന് ആർക്കും നിഷേധിക്കുവാൻ സാധ്യമല്ലാത്ത യാഥാർത്ഥ്യമാണ്. 14 നൂറ്റാണ്ട് കാലം മുൻപത്തെ അറബിയുടെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്ന സത്യം അതാണ്. ഒരർത്ഥത്തിലും ഒരാകർഷണീയതയുമില്ലാത്തൊരു സമൂഹം. അലക്സാണ്ടർ ദ ഗ്രേറ്റ്, മഹാനായ അലക്സാണ്ടർ ചക്രവർത്തി ലോകത്തെ മുഴുവനും കീഴടക്കണമെന്ന ആഗ്രഹവുമായി
ലോകത്തിന്റെ വ്യത്യസ്തങ്ങളായ ഭാഗങ്ങളിലേക്ക് പടനയിച്ചപ്പോൾ അദ്ദേഹം തിരിഞ്ഞു നോക്കിയിട്ടില്ലാത്ത സ്ഥലമാണ് ഹിജാസ് അഥവാ അറേബ്യൻ മണൽ ദ്വീപുകൾ. ഈ അറേബ്യൻ ദ്വീപുകൾ തിരിഞ്ഞു നോക്കാതിരിക്കുവാനുള്ള കാരണം ഒരു സാമ്രാജ്യ സ്ഥാപകനെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും ആകർഷണീയമായ യാതൊന്നും ഇല്ലാതിരുന്ന, ഒരു സംസ്കാരമില്ലാതിരുന്ന, ഒരു ഭൂപ്രദേശമില്ലാതിരുന്ന, ഒരു 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 സമൂഹമില്ലാതിരുന്ന അത്തരം ഒരു പ്രദേശത്തിലേക്കാണ് പരിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെടുന്നത്. ആ ഒരു സ്ഥലത്ത് 23 വർഷ കാലഘട്ടം കൊണ്ട് എല്ലാ അർത്ഥത്തിലും അധപ്പതനത്തിലായിരുന്ന, സാംസ്കാരികമായി നോക്കുമ്പോൾ വട്ടപൂജ്യത്തിൽ നിന്നിരുന്ന ഒരു സമൂഹത്തെ സംസ്കാരത്തിൻ്റെ 100 ഡിഗ്രിയിലേക്ക് പരിവർത്തിപ്പിച്ചു എന്നതാണ് പരിശുദ്ധ ഖുർആൻ സൃഷ്ടിച്ച ഏറ്റവും വലിയ വിപ്ലവം. സാംസ്കാരികമായി അവർ ലോകത്തിന് മാതൃകയാകുകയായിരുന്നു. ഖുർആന്റെ ഓരോ വചനങ്ങൾ അവതരിപ്പിക്കപ്പെടുന്ന മുറക്കനുസരിച്ച് അവർ പരിവർത്തിതമായി അത് ലോകത്തിന് മാതൃകയാവുകയും അവർ സ്വീകരിക്കപ്പെടുകയും ചെയ്തു എന്നതാണ് ചരിത്രം. എങ്ങനെയാണ് ഖുർആൻ ഇത് നിർവഹിച്ചത് എന്ന ചോദ്യത്തിന് മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ മറുപടി നൽകുന്നുണ്ട്. മനുഷ്യ മനസ്സുകൾക്കകത്തേക്ക് കൃത്യമായ സ്രഷ്ടാവിനുള്ള ബോധം സന്നിവേശിപ്പിക്കുകയാണ് ഖുർആൻ ആദ്യം ചെയ്തത്. ഖുർആന്റെ 1/3 ഭാഗം ഈ വിഷയമാണ് കൈകാര്യം ചെയ്യുന്നത്. സട്ടാവും സംരക്ഷകനുമായ തമ്പുരാനുണ്ട് എന്നും ആ തമ്പുരാൻ മനുഷ്യരെ കൃത്യമായി നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നും ആ നിരീക്ഷണിക്കുന്ന പടച്ചവൻ കരുണാവാരിധിയും പരമകാരുണികനുമാണ് എന്നും അവന്റെ നിയമനിർദ്ദേശങ്ങൾക്ക് അനുധാപനം ചെയ്തുകൊണ്ടാണ് മനുഷ്യർ ജീവിക്കേണ്ടത് എന്നും അവനുമായുള്ള ബന്ധം പടച്ചവനെ മാത്രം ആരാധിക്കുന്നതിലൂടെയാണ് മനുഷ്യർ ദൃഢീകരിക്കേണ്ടത് എന്നും ആ ബന്ധം ദൃഢീകരിക്കുവാൻ കൃത്യമായി മനുഷ്യരെല്ലാം സന്നദ്ധമാവുകയാണെങ്കിൽ മനുഷ്യർ പടച്ചവന്റെ നിരീക്ഷണത്തിൽ ജീവിക്കുന്ന അവസ്ഥാവിശേഷം ഉണ്ടാകുമെന്നും അപ്പോൾ പടച്ചവന്റെ നിയമനിർദ്ദേശങ്ങൾക്ക് വിധേയമായി അവർക്ക് ജീവിക്കാൻ കഴിയുന്ന ഒരവസ്ഥയുണ്ടാകുമെന്നും ഖുർആൻ ഉത്ബോധിപ്പിച്ചു. ആദ്യം പടച്ചവനെ കുറിച്ചുള്ള ബോധവും അവനെ മാത്രം ആരാധിക്കേണ്ടതിൻ്റെ ആവശ്യകതയും മനുഷ്യ മനസ്സുകൾക്കകത്തേക്ക് സന്നിവേശിപ്പിച്ചു പരിശുദ്ധ ഖുർആൻ. പിന്നീട് മനുഷ്യൻ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് മുഴുവനും കൃത്യമായി മറുപടി നൽകപ്പെടേണ്ടതുണ്ട് എന്നും ആ മറുപടി നൽകുന്ന ഒരു വിചാരണ നാളുണ്ട് എന്നും വിചാരണയ്ക്ക് ശേഷം സൽക്കർമ്മകാരികൾക്ക് സ്വർഗപ്രവേശവും ദുഷ്കർമ്മകാരികൾക്ക് നരകപ്രവേശവും ഉണ്ട് എന്നുമുള്ള വസ്തുത മനുഷ്യ മനസ്സുകൾക്കകത്തേക്ക് കൊത്തിവെച്ചു പരിശുദ്ധ ഖുർആൻ. അങ്ങനെ കൊത്തിവെക്കപ്പെട്ട ഒരു സമൂഹമുണ്ടായപ്പോൾ ആ സമൂഹത്തിൽ നിയമങ്ങൾ അവതരിപ്പിക്കപ്പെടുന്നതിനനുസരിച്ച് അവർ പരിവർത്തിതമായി. എങ്ങനെ പരിവർത്തിതമായി? മദ്യത്തെ മാത്രം എടുക്കുക ഒരു ഉദാഹരണമായി. മദ്യത്തിൽ മുങ്ങിക്കുളിച്ചിരുന്ന ഒരു സമൂഹം, അവിടേക്കാണ് പരിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെടുന്നത്. ഘട്ടമായി പരിശുദ്ധ ഖുർആൻ മദ്യം നിരോധിച്ചു എന്നുള്ളത് ചരിത്രം. പക്ഷേ അവസാനമായി മദ്യം പൂർണ്ണമായി നിരോധിച്ചുകൊണ്ടുള്ള പരിശുദ്ധ ഖുർആൻ 5-ാമത്തെ അധ്യായം സൂറത്തുൽ മാഇദയിലെ 80-81 വചനങ്ങൾ അവതരിപ്പിക്കപ്പെടുന്ന സന്ദർഭത്തിൽ പരിശുദ്ധ ഖുർആന്റെ അനുയായികളായിട്ടുള്ള ആളുകൾ പലരും മദ്യപിക്കുകയായിരുന്നു. മറ്റു ചിലർ മദ്യം വിളമ്പുകയായിരുന്നു. മറ്റു ചിലർ മദ്യം കച്ചവടം നടത്തുകയായിരുന്നു. ഈ ആളുകളെല്ലാം തന്നെ ഖുർആനിൽ ഫഹൽ അൻതും മുൻതഹൂൻ, നിങ്ങൾ മദ്യത്തിൽ നിന്ന് വിരമിക്കുവാൻ ഒരുക്കമുണ്ടോ എന്ന ചോദ്യം കേട്ട ഉടനെ തന്നെ കുടിച്ചുകൊണ്ടിരുന്ന മദ്യചഷകങ്ങൾ വലിച്ചെറിഞ്ഞു. അവർ വിളമ്പിക്കൊണ്ടിരുന്ന മദ്യഭരണികൾ അടിച്ചുടച്ച് തകർത്തുകൊണ്ട് മദീനയിലെ തെരുവിലൂടെ വലിയൊരു മദ്യത്തിന്റെ പുഴ ഒഴുകുന്ന അവസ്ഥാവിശേഷം ഉണ്ടായി എന്ന് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നു. നിമിഷം കൊണ്ടായിരുന്ന മാറ്റങ്ങൾ. ഈ മാറ്റങ്ങൾ എങ്ങനെയാണ് ഉണ്ടായത് എന്ന ചോദ്യത്തിനുള്ള ഉത്തരം ഞാൻ നേരത്തെ പറഞ്ഞതാണ്. അതേപോലെ തന്നെ ഈ മാറ്റങ്ങളുടെ സവിശേഷത എന്ന് പറഞ്ഞാൽ ഒരു രാഷ്ട്രസമൂഹം ഉണ്ടാകുമ്പോൾ ആ രാഷ്ട്രസമൂഹത്തിൽ താൻ തെറ്റ് ചെയ്തു പോകുമ്പോൾ ആ തെറ്റിന്റെ ശിക്ഷ ഏറ്റെടുക്കുവാൻ സ്വയം സന്നദ്ധരായി കടന്നു വരുന്ന ആളുകളെ സൃഷ്ടിക്കാൻ കഴിഞ്ഞു എന്നത് പരിശുദ്ധ ഖുർആനിനല്ലാതെ മറ്റൊരു ഗ്രന്ഥത്തിനും മറ്റൊരു നീതി വ്യവസ്ഥക്കും അവകാശപ്പെടുവാൻ സാധ്യമല്ലാത്ത കാര്യമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിലേക്ക് കയറി വന്നുകൊണ്ട് ഒരു മനുഷ്യൻ ഒരിക്കൽ പറഞ്ഞത് ഹദീസ് ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ഞാൻ വ്യഭിചരിച്ചു പോയി പ്രവാചകരെ, വ്യഭിചാരത്തിൽ ഞാൻ വിവാഹിതരാണ്, അതുകൊണ്ട് തന്നെ വ്യഭിചാരത്തിനുള്ള ഇസ്ലാമിലുള്ള കർക്കശമായ ശിക്ഷ കല്ലെറിഞ്ഞു കൊല്ലുക എന്ന ശിക്ഷ അത് നടപ്പാക്കണം പ്രവാചകരെ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ദുർബല നിമിഷത്തിൽ വ്യഭിചാരത്തിന്റെ തിന്മയിലേക്ക് കടന്നുപോയൊരു മനുഷ്യൻ സ്വയം കുറ്റമേറ്റു പറഞ്ഞുകൊണ്ട് ശിക്ഷ ഏറ്റെടുക്കുന്ന രംഗം ഇസ്ലാമിക ചരിത്രത്തിലല്ലാതെ മറ്റെവിടെയും കാണാൻ സാധ്യമല്ല. ഇതിന് കാരണം എന്താണ്? നേരത്തെ പറഞ്ഞ സട്ടാവിലുള്ള ബോധം പരിശുദ്ധ ഖുർആൻ മനുഷ്യ മനസ്സിലേക്ക് കുത്തിവെച്ചു എന്നത് തന്നെ. അതുകൊണ്ട് തന്നെ ഈ ഖുർആൻ സൃഷ്ടിച്ചൊരു സമൂഹം പിന്നീട് ലോകത്തിന് മാതൃകയായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയോഗാനന്തരം ഇസ്ലാമിക സമൂഹം മദീനയിൽ നിന്ന് ലോകത്തിന്റെ വ്യത്യസ്തങ്ങളായ ഭാഗങ്ങളിലേക്ക് വ്യാപിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അവിടെയെല്ലാം തന്നെ മാനവികതയുടെ സന്ദേശവുമായി, ഒരേ ഒരു ദൈവം ഒരൊറ്റ ജനത എന്നുള്ള ആദർശവുമായി, മനുഷ്യരെ നന്മകളിലേക്ക് നയിക്കുവാൻ ആവശ്യമായ കൃത്യമായ മാർഗനിർദ്ദേശവുമായി
പരിശുദ്ധ ഖുർആൻ ജൈത്രയാത്ര തുടർന്നു. അതിന്റെ ഫലമായി ലോകത്തെങ്ങും ഇസ്ലാം വളർന്നു വന്നു. ലോകത്ത് ഇസ്ലാം മനുഷ്യ മനസ്സുകൾക്കകത്തേക്ക് കടന്നു ചെന്നപ്പോഴാണ് ജാതീയതയുടെയും വർഗീയതയുടെയും വംശീയതയുടെയും അധാർമികതകളുടെയും എല്ലാം തന്നെ കൂത്തരങ്ങായിരുന്ന സമൂഹങ്ങളിൽ മാറ്റങ്ങൾ പ്രത്യക്ഷപ്പെട്ടത്, മാറ്റങ്ങൾ ഉണ്ടായത്. അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആന്റെ ഈ മാനവിക സന്ദേശം എക്കാലഘട്ടത്തിലുമുള്ള മനുഷ്യർക്ക് മാതൃകയാണ്. ആ മാനവിക സന്ദേശത്തിന്റെ പ്രയോഗവൽക്കരണമാണ് ഖുർആനിന്റെ അവതരണ മാസമായ റമദാൻ ആഘോഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ, വ്രതാനുഷ്ഠാനങ്ങളിലൂടെ രാത്രി നമസ്കാരത്തിലൂടെ റമദാനിനെ ആഘോഷിക്കുമ്പോൾ വിശ്വാസികളുടെ ഹൃദയങ്ങൾക്കകത്തേക്ക് ഈ മാറ്റത്തിന്റെ പരിവർത്തനത്തിന്റെ കൊടുങ്കാറ്റാണ് വീശേണ്ടത്. അതിന് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.